നമ്മളിത് പരിപ്പിട്ടിട്ടാണോ മുത്തശ്ശി വെക്കണേ? പരിപ്പിട്ടിട്ട് വെക്കാതെ പരിപ്പിടാണ്ട് വെക്കുമ്പോ ഹായ് ഹലോ നമസ്കാരം, എല്ലാവർക്കും ആത്തിമാസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് മുത്തശ്ശി ഉണ്ടാക്കുന്ന ഒരു അടിപൊളി സ്വാദുള്ള ഒരു കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ അത് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്ന് നമുക്ക് കണ്ടുവരാം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ചേമ്പിൻ്റെ തണ്ട് വെച്ചിട്ടുള്ള ഒരു കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വേഗം അതിൻ്റെ തോലൊക്കെ കളയാം. നമ്മളിത് പരിപ്പിട്ടിട്ടാണോ മുത്തശ്ശി വെക്കണേ? പരിപ്പിട്ടിട്ട് വെക്കാതെ പരിപ്പിടാണ്ട് വെക്കുമ്പോ അപ്പൊ പച്ചടിയോ ആയിട്ടോ കുളങ്കറി ആയിട്ടോ ഒക്കെ. ആ ഒരെണ്ണം മതിയില്ലേ? തണ്ട് മതിയോ? ഒരു തണ്ടോ? അത് പോരല്ലേ? ഒരു തണ്ട് വെച്ചാൽ ഒന്നും ഉണ്ടാവില്ല. അതെയാ, ചുങ്ങിപ്പൂണ്ടാവും. ഈ തള്ള അധികം ഒഴിക്കരുത്. ഒരു തുള്ളിയിൽ വെള്ളം ഒഴിച്ചാൽ ഇതിൽ വെള്ളം ഉണ്ടല്ലോ. ഇതിൽ വെള്ളം ഇറങ്ങുമോ? ഇതിൽ വെള്ളം പിന്നെ ഭയങ്കരമായിട്ട് വെള്ളം. അല്ല, ഇതിൽ വെച്ചാലും കുഴപ്പമുണ്ടോ? കുഴപ്പമൊന്നുമില്ല. അധികം വെള്ളം ഒഴിക്കാത്ത വേഗം വേവോ? തോരനൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ ഒട്ടും വെള്ളം ഒഴിക്കണ്ട. വെറുതെ വറുത്തിട്ട് കഴിഞ്ഞപ്പോഴേക്കും അതിൽ തന്നെ വെള്ളം അങ്ങനെ വാർന്ന വരും. അപ്പോൾ അതാ നമ്മളെല്ലാതും കഷ്ണം നുറുക്കി പാത്രത്തിലേക്ക് ഇടുകയാണ്. ഈ സെയിം പാത്രത്തിൽ തന്നെയാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുക്കാം കേട്ടോ. ആദ്യം ഇട്ട് കൊടുക്കുന്നത് മഞ്ഞൾപ്പൊടി, അത് കഴിഞ്ഞിട്ട് കുറച്ച് കല്ലുപ്പ്. അമ്മ കല്ലുപ്പ് ഇടാറുള്ളൂ കേട്ടോ, ഞാൻ പൊടിയുപ്പ് ഇടാറ്. അത് കഴിഞ്ഞ് നമുക്ക് മുളക് പൊടി. വെള്ളം ഒഴിക്കും, കുറച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചോളൂ, ചെറിയ ഗ്ലാസ്. അപ്പോൾ ഇനി നമുക്ക് ചെറിയ ഗ്ലാസ്സിൽ ഇത്തിരി വെള്ളം എടുത്തിട്ട് അത് നിറയെ നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. മുങ്ങിക്കിടക്കേണ്ട വെള്ളമൊന്നും വേണ്ട, കുറച്ച് മതി. ഇനി നമുക്ക് അടച്ച് വെച്ച് തീ കത്തിക്കാം. ഇനി അത് വേവുമ്പോഴേക്കും നമുക്കൊരു അരപ്പ് തയ്യാറാക്കണം. അതിന് വേണ്ടിയിട്ട് നാളികേരവും പച്ചമുളകും പിന്നെ കടുകും, ഇത്രയും സംഭവം മതി. നമ്മൾ ഓൾറെഡി മുളക് പൊടി ഇട്ടിട്ടുണ്ട്, അതുകൊണ്ടാണ് ഇവിടെ ഒരു പച്ചമുളക് ഇട്ടിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അത് അടുപ്പത്തൊക്കെ വെച്ച് നല്ല വെള്ളമൊക്കെ വറ്റി നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഈ നേരത്ത് നമുക്കിതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം. നല്ല പുളിയുള്ള തൈരാണ് ഇവിടെ നമ്മൾ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് അത് നന്നായിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്കത് തിള വരുന്ന വരെ ഒന്ന് കാത്തിരിക്കാം. തിള വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ അരച്ചിട്ടുള്ള ആ അരപ്പില്ലേ, കടുകും നാളികേരവും പച്ചമുളകും, ആ സംഭവം നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണേ. എന്നിട്ട് നമ്മുടെ മിക്സിയുടെ ജാറിന്ന് കഴുകിയിട്ട് ആ വെള്ളം കൂടി നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മളുടെ കൂട്ടാൻ്റെ പകുതി പണി ഇവിടെ കഴിഞ്ഞിരിക്കുകയാണ് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് ഒന്ന് തിളച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യുക. കുറച്ച് നമ്മളുടെ കരിവേപ്പിൻ്റെ ഇല ഇട്ട് കൊടുക്കുക. അതിലേക്ക് തന്നെ നമ്മൾ ഒരു കരണ്ടിയിൽ എണ്ണ ചൂടാക്കിയിട്ട്, എണ്ണ ചൂടായ അതിലേക്ക് കടുക്, മുളക്, കരിവേപ്പിൻ്റെ ഇല, ഇത്രയും സംഭവങ്ങൾ ഇട്ട് കൊടുക്കുക. അതൊന്ന് പൊട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് നേരെ എടുത്തിട്ട് നമ്മുടെ കൂട്ടാനിലേക്ക് ഒഴിക്കാം. അത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കൂട്ടാൻ ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു കൂട്ടാൻ ഇഷ്ടമായെന്ന് വിചാരിക്കണം. നല്ല സൂപ്പർ കൂട്ടാനാണ്, നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു കൂട്ടാൻ. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. അപ്പോൾ പ്രത്യേകിച്ച് വേറെ ഒന്നും പറയാനില്ല, അത്രയേ ഉള്ളൂ. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. അടുത്തുള്ള ബെൽ ബട്ടൺ കൂടി അമർത്തിക്കോളൂ. എങ്കിൽ ഞാൻ വീഡിയോസ് പോസ്റ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. പിന്നെ പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അടുത്ത വീഡിയോയിലൂടെ ഇനിയും കാണാം. അതുവരെയ്ക്കും ടാറ്റാ, ബൈ.